ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും ഒരു പുതിയ പ്രഭാതം കൂടെ കർത്താവ് നമുക്ക് നൽകിയതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്നത്തെ പ്രഭാതത്തിലെ ചിന്തയ്ക്കായി നമ്മൾ ചിന്തിച്ചു വരുന്നത് പോലെ ഇന്ന് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം, അതിനകത്ത് ദൈവത്തെ വീണ്ടും പരിചയപ്പെടുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവം ആരാണ് എന്നുള്ളതാണ് നമ്മൾ ദിവസവും ചിന്തിക്കുന്നതായിരിക്കുന്ന വിഷയം. ഇങ്ങനെ കർത്താവിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ മനസ്സിലാക്കുമ്പോൾ ആ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഈ ദിവസങ്ങളിൽ ശക്തിപ്പെടുവാനും പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. 3-ാം അധ്യായത്തിലെ പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് കൗശലമേറിയതായിരിക്കുന്ന പാമ്പ് ആ ഹൗവയെ തൻ്റെ ഉപായത്താൽ ചതിച്ചു കളയുന്നതായിരിക്കുന്ന ഭാഗമാണ് ആ ഭാഗത്ത് പ്രതിപാദിക്കുന്നത്. താഴേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾക്ക് കാണാം, ഇവര് ദൈവം തിന്നരുത് എന്ന് പറഞ്ഞതായിരിക്കുന്ന ആ വൃക്ഷഫലം അവർ നോക്കിയപ്പോൾ കാണുവാൻ നല്ലതായിരുന്നു, കാണുവാൻ ഭംഗിയുള്ളതായിരുന്നു, ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവുമാണ് എന്ന് ഹൗവ കണ്ടിട്ട് ആ ഫലം പറിച്ചു തിന്നു എന്ന് വചനം പറയുന്നു. അവൾ തിന്നുക മാത്രമല്ല, ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. അതുവഴി എന്താണ് സംഭവിച്ചത്? അത് കാണുവാൻ നല്ലതായിരുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് കാണുവാൻ നല്ലതെന്ന് തോന്നുന്നത് വചനം പറയുന്നുണ്ട്. ഒന്ന് യോഹന്നാനിൽ നമ്മൾ വായിക്കുന്നത് പോലെ കൺമോഹം, ജഡമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, അത് കാണുവാൻ നല്ലതാണ്, ഭംഗിയുള്ളതാണ്, അത് ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമാണ്. ഹല്ലേലൂയ. ഇങ്ങനെ ആ ഒരു ഇത് കണ്ടപ്പോൾ ഹല്ലേലൂയ അവരുടെ ജീവിതത്തിൻ്റെ അകത്തേക്ക് ആ പാപം കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നു. നമ്മളിത് വായിക്കുമ്പോഴെല്ലാം നമ്മൾ ചിന്തിക്കേണ്ടതായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തേക്ക് ചിലത് കാണുവാൻ നല്ലതെന്ന് തോന്നുമ്പോൾ ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു ടെംപ്റ്റേഷനിൽ പെടുവാൻ നമ്മളും പെട്ടുപോകാതിരിക്കേണ്ടതിന് ഒരു ദൈവകൃപ ചോദിച്ച് നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. ഇവിടെ സംഭവിച്ച കാര്യം എന്ന് പറയുന്നത്, ഇവരുടെ ഇത് തിന്നരുതെന്ന് പറഞ്ഞ കാര്യം അവർ ആ തിന്നു കഴിഞ്ഞപ്പോൾ, ദൈവിക കൽപ്പന അവർ ലംഘിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ കാണുന്നുണ്ട്, അവരുടെ കണ്ണ് തുറന്നു, തങ്ങൾ നഗ്നരെന്ന് അറിഞ്ഞു. അത്തിയില കൂട്ടിത്തുന്നി തങ്ങൾക്ക് അരയാടയുണ്ടാക്കി. പക്ഷേ അവരുടെ ആ അരയാട അവർക്ക് തന്നെ അവരുണ്ടാക്കിയതായിരിക്കുന്ന ആ ഒരു വസ്ത്രം അവർക്ക് ആ വെയില് വന്ന സമയത്ത് അതെല്ലാം പോയതായിട്ട് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. പക്ഷെ താഴേക്ക് വന്നു കഴിയുമ്പോൾ പ്രിയമുള്ളവർ, ഇവിടെ പ്രതിപാദിക്കുന്നത് ആ കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ്. അവർക്ക് വേണ്ടുന്നതായിരിക്കുന്ന അതേ ആ ഒരു വസ്ത്രം, അവരുടെ നഗ്നത മറയ്ക്കുവാൻ തക്കവണ്ണം ആ ദൈവം അവിടെ തോല് കൊണ്ട് ആ കുഞ്ഞാടിനെ അറുത്ത് ആ തോല് കൊണ്ട് അവർക്ക് ഒരു വസ്ത്രം അവിടെ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒരു തോൽ കൊണ്ടുള്ള ഒരു വസ്ത്രം കൊടുത്തു എന്നാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. ആ അറുക്കപ്പെട്ട കുഞ്ഞാടായിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ അത് കാണിക്കുന്നു എന്ന് പറയപ്പെടുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തും അതേ വചനം പറയുന്നുണ്ട്, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. നമ്മുടെ ജീവിതത്തിൽ വലിയ ഭാഗ്യം കർത്താവ് തന്നല്ലോ. ആ കുഞ്ഞാടിൻ്റെ രക്തത്താൽ ഇന്ന് കഴുകപ്പെടുവാൻ ആ ദൈവസ്നേഹം എത്ര വലുതാണ്. നമ്മുടെ പാപങ്ങളെ ഹല്ലേലൂയ, നമ്മുടെ പാപങ്ങളെ കർത്താവ് ഓർക്കാതെ ആ സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് എറിഞ്ഞു കളയത്തക്കതുപോലെ നമ്മളോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം വലുതായിരുന്നു. രക്താംബരം പോലെ കടിച്ചുപൊപ്പായിരുന്നു നമ്മുടെ പാപങ്ങളെ ഹിമം പോലെ വെളുപ്പിച്ച ആ ദൈവസ്നേഹത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. നിങ്ങളുടെ പാപത്തെ ഞാൻ ഇനി ഓർക്കയില്ല എന്ന് അരുളി ചെയ്ത ദൈവം ഹല്ലേലൂയ. ആ ദൈവ സാന്നിധ്യത്തിലായിരിക്കാൻ ദൈവകൃപ നമ്മുടെ മേൽ കൂടുതലായിട്ട് വ്യാപരിക്കട്ടെ. എനിക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കുന്ന ഒരു വാക്യമാണ് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യത്തിൽ, വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിപ്പാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു. പാപം ചെയ്തു കഴിയുമ്പോൾ നമ്മൾ ആ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് നമ്മൾ പോലും അറിയാതെ നമ്മൾ മാറിപ്പോകുവാനായിട്ട് ഇടയായിത്തീരും. പാപം ജീവിതത്തിൻ്റെ അകത്തേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് പ്രാർത്ഥനാ ജീവിതത്തിൽ കുറവുകൾ സംഭവിക്കും, വചനം പഠിക്കുന്നതിൽ കുറവുകൾ സംഭവിക്കും, നമ്മുടെ ആത്മീയ ജീവിതം അല്ലെ മറ്റുള്ളവരുമായിട്ടുള്ള ഇടപെടലുകൾ, ഇതിലെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് പോരായ്മകൾ വരും. ഇങ്ങനെ ആ പോരായ്മകൾ വന്നു കഴിയുമ്പോൾ പലപ്പോഴും നമ്മൾ മനഃപൂർവ്വമായിട്ട് ഓടി ഒളിക്കുന്നതല്ലെങ്കിലും നമുക്ക് ആ സാന്നിധ്യത്തിലേക്ക് കടന്നു വരുവാൻ കഴിയാതെ മറ്റെന്തിനാൽ പിടിക്കപ്പെട്ട് നമ്മൾ പുറകോട്ട് മാറുവാനായിട്ട് ഇടയായിത്തീരും. വെയിലാറിയ സമയത്ത് ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ആ ഒരു സ്വഭാവം എന്ന് പറയുന്നത് മനുഷ്യനുമായി സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കർത്താവ് താൻ മനുഷ്യനെ സൃഷ്ടി ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ ആഗ്രഹം തൻ്റെ ഹൃദയം ഒന്ന് പകരുവാൻ, ഹല്ലേലൂയ, അവനുമായിട്ടൊന്ന് സംസാരിക്കുവാൻ തക്കവണ്ണമാണ് ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. നമ്മളെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്ന ഈ ഒരു കൂട്ടായ്മയിൽ നമുക്കും ശക്തിപ്പെടുവാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. താഴേക്കെല്ലാം വായിക്കുമ്പോൾ ഈ ഒരു കോൺവെർസേഷനാണ്, ദൈവവും അവരും തമ്മിലുള്ളതായിരിക്കുന്ന ഒരു സംഭാഷണം നമുക്ക് ആ ഭാഗങ്ങളിൽ കാണുവാനായിട്ട് കഴിയും.
അതുകൊണ്ട് ദൈവം ആ താഴേക്ക് വായിക്കുമ്പോൾ ആ പാപം ചെയ്തതിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ ആദാമിനോട് ദൈവം ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, അത് സ്ത്രീയാണ് എന്നോട് പറഞ്ഞത്, ഞാനത് കഴിച്ചത്. അപ്പോൾ സ്ത്രീയോട് ചോദിക്കുമ്പോഴും അത് പാമ്പിനെ അവിടെ ബ്ലെയിം ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പക്ഷേ എങ്കിൽ താഴെ ദൈവം ആ പാമ്പിനോട് ദൈവം കൽപ്പിക്കുന്നതായിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ദൈവം ശപിക്കുകയാണ്, നീ ഉരസ്സുകൊണ്ട് ഗമിച്ച് നിന്റെ ആയുഷ്കാലമൊക്കെയും പൊടി തിന്നുമെന്ന് പറഞ്ഞ് അവിടെ ആ ഒരു ഒരു ശാപം ആ ജന്തുവിൻ്റെ മേലെ ദൈവം അയക്കുന്നുണ്ട്. ആ 15-ാം വാക്യമാണ് നമ്മൾ വായിക്കുന്നതായിരിക്കുന്ന ഈ ബൈബിളിൻ്റെ മൊത്തം കീ വാക്യമെന്ന് അഭിപ്രായപ്പെടുന്നതായിരിക്കുന്ന വേദപഠിതാക്കളുണ്ട്. ഇത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഈ 3-ാം അധ്യായം എന്ന് പറയപ്പെടുന്നു. ആ 3-ന്റെ 15 ഇങ്ങനെയാണ് വായിക്കുന്നത്, പാമ്പിനോട് ദൈവം പറയുകയാണ്, ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും, അവൻ നിന്റെ തല തകർക്കും. അതെ, അത് യേശു കർത്താവിനെ കുറിച്ചാണ് പറയുന്നതെന്ന് നമുക്കറിയാം. പിശാചിൻ്റെ തല തകർത്തവനായിരിക്കുന്ന കർത്താവ്. ഹല്ലേലൂയ. തല എന്ന് പറയുന്നത് ഒരു അധികാരമാണ്, ഒരു പവറാണ്. ഇന്ന് ആ തലയില്ലാത്ത, അധികാരമില്ലാത്ത പിശാച് നമ്മളെ ഭയപ്പെടുത്തുവാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വചനം പറഞ്ഞ് ജയിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ആദിയിൽ ഇങ്ങനെ ഒരു വാഗ്ദത്തം ഉയർത്തപ്പെട്ടുവെങ്കിൽ ഹല്ലേലൂയ, നമുക്കറിയാം പിൽക്കാലത്ത് 2000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പേ ഹല്ലേലൂയ കാൽവറി ക്രൂശിന്റെ ഉന്നതങ്ങളിൽ തകർക്കപ്പെട്ടതായിരിക്കുന്ന ഒരു കർത്താവ്, ഹല്ലേലൂയ, ആ മരണത്തെ ജയിച്ചുയർത്തവനായിരിക്കുന്ന കർത്താവ് പിശാചിന്റെ തല തകർത്തു എന്നുള്ളതാണ് സുവിശേഷം. ആ കർത്താവാണ് ഹല്ലേലൂയ നമ്മുടെ രക്ഷിതാവായിരിക്കുന്നത് എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷിക്കുവാനായിരിക്കുന്ന കാര്യമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ തല തകർക്കപ്പെട്ടവനാണ് പിശാച്. ആ പിശാചിൻ്റെ ഒരു തന്ത്രങ്ങളെയും ആ പിശാചിൻ്റെതായിരിക്കുന്ന ഒരു പദ്ധതികളെയും ഒന്നും ഓർത്ത് നമ്മൾ ഭയക്കണ്ട. കാരണം പിശാചിൻ്റെ പദ്ധതികൾ ജയിക്കത്തില്ല. നമ്മൾ ദൈവ സാന്നിധ്യത്തിലായിരിക്കുന്നെങ്കിൽ, നമ്മൾ കർത്താവിൻ്റെ കൂടെ ആയിരിക്കുന്നെങ്കിൽ ഹല്ലേലൂയ, ഒന്നിനും നമ്മളെ തകർത്ത് കളയുവാനായിട്ട് കഴിയത്തില്ല. ഒരു ശത്രുവിനെ നമ്മളെ തോൽപ്പിച്ച് കളയുവാനായിട്ട് കഴിയത്തില്ല. കാരണം നമ്മുടെ മേലിരിക്കുന്നത് ആ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. പിശാചിൻ്റെ തല തകർത്ത കർത്താവാണ് നമ്മുടെ കൂടെ ഇരിക്കുന്നത് എങ്കിൽ ഹല്ലേലൂയ, നമ്മൾ ഇനി തകർക്കപ്പെടുവാൻ ദൈവം അനുവദിക്കത്തില്ല. കാരണം കഴിഞ്ഞ നാളുകളിൽ പിശാച് തകർത്തു കളഞ്ഞുവെങ്കിൽ നമ്മളെ പണിയുന്ന ഒരു ദൈവമുണ്ട്. ഈ പിശാചിൻ്റെ തല ദൈവം തമ്പുരാൻ തകർത്തു എന്നുള്ളതായിരിക്കുന്ന യാഥാർത്ഥ്യം ഒരു വിശ്വാസമായി നമ്മുടെ ഉള്ളിൽ പരിണമിച്ച് കഴിയുമ്പോൾ തന്നെ ആ ദൈവമഹത്വത്തിൻ്റെ വലിമ കാണുവാൻ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ആ ദൈവസ്നേഹത്തിൻ്റെ കീഴിലായിരിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമ്മൾ താഴേക്ക് വന്നു കഴിയുമ്പോൾ ആദാമിനോട് ദൈവം കൊടുക്കുന്നതായിരിക്കുന്ന പണിഷ്മെൻ്റ് ഉണ്ട്. നീ ഇനി ഏദൻ തോട്ടത്തിൻ്റെ അകത്തിരിക്കേണ്ട, നീ ഇനി വെളിയിലേക്ക് പോവുക, നീ ഇനി അധ്വാനിച്ച് വേണം. അത്രയും നാളും ദൈവം ഉണ്ടാക്കിയതായിരിക്കുന്ന സകല കാര്യങ്ങളിൽ നിന്നും ആ ഫലവൃക്ഷങ്ങളും എല്ലാം അത് അധ്വാനിച്ച് ഒന്നും ചെയ്യണ്ടായിരുന്നു, എല്ലാം പറിച്ച് തിന്നുവാനുള്ളൊരു സാഹചര്യമൊക്കെ ആയിരുന്നു. പക്ഷേ ദൈവം ആ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. എന്നിട്ട് ദൈവം പറയുന്നുണ്ട്, ഇനി വയലിലെ സസ്യമാണ് നിനക്ക് ആഹാരമായിട്ട് ഇരിക്കുന്നത് എന്ന് പറഞ്ഞ് ദൈവം ഏദൻ തോട്ടത്തിൽ നിന്ന് മനുഷ്യനെ പുറത്താക്കിയാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ളതായിരിക്കുന്ന സാഹചര്യങ്ങളിൽ കൂടെ ആ പാപത്തിൻ്റെതായിരിക്കുന്ന പരിണിത ഫലം മനുഷ്യൻ അങ്ങനെ ആ അനുഭവിച്ചതായിരിക്കുന്ന സാഹചര്യത്തിൽ പ്രിയമുള്ളവരെ, ഒടുക്കത്തെ ആദാമായി യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വരികയും നമ്മളെ ഇന്ന് കർത്താവ് ആ സഭയാകുന്ന ഏദൻ തോട്ടത്തിൻ്റെ അകത്ത് ആക്കി ആ കുഞ്ഞാടിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരായ നമ്മളെ ദൈവരാജ്യത്തിന് അവകാശികളാക്കി വെച്ചിരിക്കുന്നു എന്ന് വചനം പറയുന്നു. വലിയ ഭാഗ്യമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ചത്. ഈ ഉൽപ്പത്തി പുസ്തകം ഈ 3-ാം അധ്യായത്തിലൂടെ നമ്മൾ വായിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ സ്നേഹമാണ് അവിടെ നമ്മൾ കാണുന്നത്. ഹല്ലേലൂയ. ആ പാപം ചെയ്തു കഴിഞ്ഞ ആ മനുഷ്യനോട് ഹല്ലേലൂയ, ആ ദൈവത്തിനുണ്ടായതായിരിക്കുന്ന ഒരു സ്നേഹം, ആ കുഞ്ഞാടിനെ അവിടെ ആ ദൈവം അവിടെ അറുത്ത് ആ തോലുകൊണ്ട് അവൻ്റെ നഗ്നത മറയ്ക്കുവാൻ ഇടയായതായിരിക്കുന്ന ഒരു സാഹചര്യം. അതുപോലെ തന്നെ ആ പിശാചിനോട് ദൈവം, പാമ്പിനോട് ദൈവം പറഞ്ഞ ഒരു വാക്ക് ഹല്ലേലൂയ, ആ ദൈവം ഹല്ലേലൂയ, അത് ദൈവപുത്രനെ ആ യേശു ക്രിസ്തുവിനെ കുറിച്ചായിരുന്നല്ലോ, ആ തല തകർക്കുമെന്നുള്ളതായിരിക്കുന്ന വാഗ്ദത്തം കഴിഞ്ഞ നാളുകളിൽ അത് നിവർത്തീകരിക്കപ്പെട്ടു. വലിയ ഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചു. ശ്രേഷ്ഠമായിരിക്കുന്ന വലിയ നന്മകളാൽ ഇനിയും കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ വചനഭാഗങ്ങളാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും ശ്രേഷ്ഠമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നാമമഹത്വത്തിനായി ഈ വചനങ്ങളെ സമർപ്പിക്കുന്നു. ആമേൻ.